ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളും ഇവിടെ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നും എൻ്റെ മോർണിംഗ് വ്ളോഗൊക്കെ കണ്ട് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് വ്ളോഗ് ഇടാമെന്ന് കരുതി. എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു വൈകുന്നേരം ട്യൂഷൻ എടുക്കുന്ന കാരണം എനിക്ക് ഈവനിങ് വ്ളോഗൊന്നും ഇടാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുട്ടികളൊക്കെ പോയതിന് ശേഷം കുറച്ച് നേരത്തെ വീഡിയോ എടുക്കാമെന്ന്. ട്യൂഷൻ തുടങ്ങുന്നതിൻ്റെ മുമ്പൊക്കെ ഞാൻ ഈവനിങ് എന്തെങ്കിലുമൊക്കെ സ്നാക്കായിട്ട് ഉണ്ടാക്കാറുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എന്നും ഇല്ല, ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ട്യൂഷൻ മൺഡേ ടു ഫ്രൈഡേ ഉള്ളത് കാരണം കൊണ്ട് ഞാൻ മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കാറേ ഇല്ല. സാറ്റർഡേ സൺഡേ ഉണ്ടാക്കിയാൽ ഉണ്ടാക്കിയെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വൈകുന്നേരത്തെ സ്നാക്ക് ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അങ്ങനെ എപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഹെൽത്ത് ഇഷ്യൂസ് വരുമല്ലോ എന്ന് കരുതി ഞാൻ പിന്നെ അധികം ഫ്രൈഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറുമില്ല. ജായ്ക്ക് ഞാൻ എപ്പോഴും വൈകുന്നേരം രാഗി അല്ലെങ്കിൽ നേന്ത്രപ്പഴം പുഴുങ്ങി അതൊക്കെയാണ് കൊടുക്കാറ്. പക്ഷേ എന്നും അത് അവനക്ക് കൊടുക്കുമ്പോൾ ഇഷ്ടമാവണമില്ല. അപ്പോൾ മടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്യൂഷൻ്റെ കുട്ടികളൊക്കെ പോയതിന് ശേഷം അവന് ബ്രെഡും മുട്ട ഇങ്ങനെ മുക്കിയിട്ട് പൊരിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അതാകുമ്പോൾ അധികം സമയവും വേണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ടൈം അത്യാവശ്യം അയക്കണ്, 6:30 അയക്കണ്, ബാങ്ക് കൊടുക്കാറായിക്കണ്. കുട്ടികൾ പോകുമ്പോൾ അത്യാവശ്യം ടൈം ആവും. അപ്പോൾ അതുകൊണ്ട് വേഗം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ചായ എണീറ്റിട്ട് കുറച്ച് നേരം അയക്കണം. അപ്പോൾ അവന് വിശന്നിട്ട് വാശിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ബ്രെഡൊക്കെ പ്ലേറ്റിലാക്കിയിട്ട് അവർക്ക് കൊടുന്ന് വെച്ച് കൊടുത്തേക്കാണ്. അവർ ഒറ്റയ്ക്കെടുത്ത് കഴിക്കും. സായി ആണെങ്കിൽ അവനക്ക് ഇഷ്ടമുള്ളത് അവനക്ക് ഞാനിങ്ങനെ നുള്ളിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്താൽ അവൻ ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബാങ്ക് കൊടുത്ത കാരണം ഞാൻ നിസ്കരിക്കാനൊക്കെ നിന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കുടിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇസാക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇസാക്കക്ക് ഞാൻ ചായയൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി ഇങ്ങനെ വിചാരിച്ചിരിക്കണം, പക്ഷേ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ റമദാനായിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഓഫർ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഫുഡും ഏതായാലും പുറത്തുനിന്ന് തന്നെ കഴിക്കാമെന്ന് കരുതി. അപ്പം ഞങ്ങളെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടുന്ന് വേഗം ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളിങ്ങനെ മാസത്തിലൊരിക്കൽ ഒരു ദിവസം ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ പോവും. അത് കുട്ടികൾക്കും ഒരു ചേഞ്ച് ആവട്ടെ എന്ന് കരുതിയിട്ടൊക്കെ പോകുന്നതാണ്. എനിക്കും ഇങ്ങനെ റൂമിലിരിക്കില്ല, അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്ക് ഒന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന് കരുതി പോകും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് റൂമിലെത്തിയപ്പോഴത്തേക്കും 10:30-11 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണ തിരക്കായിരുന്നു. അപ്പോൾ അതെടുത്ത് വെച്ച് വരുമ്പോഴത്തേന് 12 മണിയൊക്കെ ആയിക്കണ് രാത്രി. പിന്നെ എനിക്കിങ്ങനെ ഗ്രോസറി ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നാൽ അതൊക്കെ ഒന്ന് ഒതുക്കി എല്ലായിടത്തും ഒന്ന് സെറ്റാക്കി വെച്ചാൽ ഭയങ്കര സമാധാനം, ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യണതൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ സമയമെടുത്ത് പതുക്കെ ചെയ്തിട്ടൊക്കെ ഞാൻ കിടക്കുള്ളൂ. അല്ലെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം 12 മണി 1 മണിക്കൊക്കെ തന്നെ കിടത്തും. അപ്പോൾ എനിക്ക് ബാത്റൂമിൽ കുറച്ച് വേസ്റ്റൊക്കെ കളയാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞ് അങ്ങനെ കിടക്കാനുള്ള സമയമായപ്പോൾ പിന്നെ കിടക്കാൻ നോക്കുകയാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഞാൻ വല്ലാണ്ട് ഇങ്ങനെ നീട്ടി വലിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് കരുതി കുറച്ച് ഷോർട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻസൊക്കെ ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.